അട്ടാരൊക്കെ വരും. സെറ്റ വാസെറ്റ ബംഗാൾ സെറ്റ വേസെറ്റ. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഏട്ടൻ രാവിലെ റബ്ബറിൻ്റെ കറ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ചാടി ഇറങ്ങിയൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുളച്ചതിര അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. ഞാൻ വീഡിയോ എടുക്കാൻ വന്നേ, ഞാൻ പണിയെടുക്കാൻ വന്നല്ല. നാളെ പണിയെടുപ്പ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വ്ളോഗിൽ ഇട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മുടെ ഒരു കുറച്ച് സ്ഥലമുണ്ട്, അവിടെ റബ്ബർ മരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ചുള്ളി ഒടിക്കാൻ നേരത്തെ വന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ റബ്ബർ വെട്ടുന്ന സമയമായിരുന്നുകൊണ്ട് കുറച്ച് വരേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് വരേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് റബ്ബർ പാലൊക്കെ എടുക്കുകയാണ്. ഏട്ട സാധാരണ വരാറേ ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ അച്ഛനാണ് പോയി എടുക്കാറ്. അപ്പം ഏട്ട ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വീട്ടിലുള്ള ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. നിറഞ്ഞു പോവും. ഇപ്പോൾ ഓടിവാ, ഇത് ഓടിക്കാം. ഞങ്ങളുടെ മണ്ഡലത്തുടുത്ത് ഇങ്ങനെ റബ്ബറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണാൻ എടുക്കാനൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ നമ്മുടെ വേറൊരു വസ്തുവിലും ഇങ്ങനെ റബ്ബറൊക്കെ ഉണ്ട്, പക്ഷെ അത് റബ്ബർ വെട്ടാറൊന്നും ആയില്ല കേട്ടോ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഫണ്ണി ഗൈസ്. ഞാനങ്ങനെ അവിടെയൊക്കെ നടന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്, എൻ്റെ കാലേ കിടക്കുന്ന 2 സൈസ് ചെരുപ്പായിരുന്നു. പണ്ട് ഞാൻ വീട്ടിൽ ഇടുന്ന ചെരുപ്പ് ഇട്ട് സ്കൂളിൽ വരെ പോയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ദാ ഈ കാണുന്നതാണ് ആ 2 വീഡിയോകൾ. ഞാൻ പണ്ട് നേരത്തെ ഇവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ആ വെള്ളം ഒഴുകുന്ന സ്ഥലമായത്. ഇപ്പം വേനലായതുകൊണ്ട് ഫുള്ള് വറ്റി കിടക്കുകയാണ്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നേരത്തെ വെള്ളം ഒഴുകുന്ന സമയത്ത് ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ കാലൊക്കെ മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ സാധനം തന്നെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഇവിടെ കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഏട്ടൻ അവിടെ എല്ലാം നടന്ന് കഷ്ടപ്പെട്ട് പാലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഗെയ്സ്. അയ്യോ, ഞാൻ എന്തൊരു മടിച്ചാ. അല്ലെങ്കിൽ എത്തിട്ട് ഒരു ദിവസം പണിയെടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു സാധാരണ ഞായറാഴ്ച ദിവസം കണക്കന്ന് പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകിട്ടായപ്പം എനിക്ക് എവിടെ ഒന്ന് പോകണമായിരുന്നു. എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോകണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പം ഏട്ടൻ പറഞ്ഞ് ഏട്ടൻ ചീനി പിച്ചാനായിട്ട് പോവുകയാണെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഏട്ടൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്സിന് പോയിട്ട് വന്നുകൊണ്ടാണ് എൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപോലും എഴുതാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ വീട്ടിൽ നിൽക്കുക. അപ്പം അതാണ്ട് ഏട്ടൻ അവിടെ നമ്മുടെ അയ്യോ അല്ല ഇത് കേട്ടോ. ഇത് കടയിലേക്ക് ചീനി നമ്മൾ അടങ്കലെടുക്കത്തില്ലേ, ഒരു വസ്തുവിൽ ഫുള്ളിങ്ങനെ അടങ്കലെടുത്തിട്ട് ലാസ്റ്റ് വന്നപ്പം നമുക്ക് വേണ്ടി ഒരു മൂട് പറിക്കാനായിട്ട് നമ്മൾ വന്നേ വൈകിട്ട്. ഞാനും ഏട്ടനൂടെ അന്ന് വൈകിട്ട് വന്നേ. ഇത് നമ്മുടെ മുളച്ചന്തറ ഉത്സവത്തിന് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ ആ ഡ്രൈവിങ്ങിനൊക്കെ വെയിലത്ത് ഇങ്ങനെ നടന്ന് ഫുള്ള് പനിയും ചുമയൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ചീനി ഒടിഞ്ഞു പോയി ഗൈസ്. ഇതുകൊണ്ട് ആ 2 എണ്ണം ഇവിടുത്തെ 2 എണ്ണം അവിടെ ഈ ഭാഗത്തും വരും, ഈ ഭാഗത്ത്.
അങ്ങനെ അവിടെ നിന്നുകൊണ്ടൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സ്കൈ ഒക്കെ നല്ല റെഡ് കളറായിരുന്നു. ഇതേതോ ഫിൽറ്റർ മാറിക്കിടന്നു, ഈ കളറൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചീനി ഒരു മൂടേ പറിച്ചിട്ടുള്ളൂ. ഒത്തിരി ചീനി ഉണ്ടായിരുന്നു ഒരു മൂട്ടിലല്ലേ. അത് കൃഷി ചെയ്ത ആളെ സമ്മതിക്കണം. നമ്മളല്ല കൃഷി ചെയ്തത്, വേറെ ആരോ കൃഷി ചെയ്ത ചീനി നമ്മളിങ്ങനെ അടങ്ങലെടുത്തിട്ട് നമ്മൾ കടയിൽ വിൽക്കും, നമ്മുടെ ആവശ്യത്തിന് എടുക്കും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ അന്ന് വൈകുന്നേരമൊക്കെ പോയി നമ്മൾ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് രാത്രിയായപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിലോട്ട് പോയി. കാരണം ഉത്സവത്തിന് ഡ്രസ്സ് എടുക്കണം. അപ്പം ഞാൻ കരുതി ഒരു ടോപ്പ് മാത്രം എടുക്കാമെന്നുള്ളൊരു കരാറിന്മേലാണ് നമ്മൾ കടയിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കർച്ചീഫൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പനിയൊക്കെ തുടങ്ങുന്ന സമയമായിരുന്നു. ഉത്സവത്തിൻ്റെ വ്ളോഗ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എനിക്ക് എത്രത്തോളം പനി മൂർച്ഛിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഓ, ഒന്നും പറയണ്ട, എനിക്കൊന്ന് ഓർക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും താണ്ട വഴിയിൽ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താണ്ട കുണ്ടറ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ്സിൽ ഡ്രസ്സ് എടുക്കാൻ വരാൻ കാരണം ഞങ്ങൾ നേരത്തെ ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് എടുത്തപ്പം നമുക്കൊരു കൂപ്പൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1500 എടുക്കുമ്പം നമുക്കൊരു 500 റുപ്പീസ് കുറവ് കിട്ടും. അപ്പോൾ ആ ഒരു കാർഡ് കയ്യിലുണ്ടായതുകൊണ്ട് നമ്മൾ നേരെ ട്രെൻഡ്സിൽ വന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഓരോ ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങി. ഏട്ടനും ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കൊള്ളായിരുന്നു. അതൊറ്റ കളറല്ലേ? അതാ അത് കൊള്ളായിരുന്നല്ലേ. ഏട്ടൻ പലതും നല്ലതാന്ന് പറഞ്ഞിട്ടും ഞാനൊരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ടോപ്പും എടുത്ത് ഡ്രസ്സിങ് റൂമിലോട്ട് കയറി. കണ്ടോളിൻ. എന്തൊക്കെ അഭിപ്രായമാണ് സജീവ. യെസ്, ആദ്യം ഇതായിരുന്നു നോക്കിയത്. ഒരു ഫ്ലോറൽ പ്രിന്റ് നല്ലതല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഉത്സവത്തിനിട്ടപ്പോൾ എല്ലാവരും എനിക്ക് വണ്ണക്കൂടലാന്നും പറഞ്ഞ് വധമായിരുന്നു കേട്ടോ, വൃത്തികെട്ട നാട്ടുകാർ. എന്തായാലും ഞാൻ അതിലേതോ പറഞ്ഞ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടന് ഷർട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കി. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ടു 40 ഇതൊന്നാ മതി, വേണ്ട. എപ്പം ഞാൻ ഏട്ടൻ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഞാൻ ബ്ലൂ കളറിൽ പിടിച്ച് വെക്കും. എനിക്കെന്താണെന്ന് അറിയത്തില്ല, ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ ഇട്ട് കാണുമ്പോഴും നല്ല രസമാണ് കേട്ടോ. ട്രയൽ റൂമിലോട്ട് പോകുന്ന ഏട്ടൻ എന്നെ മാടി വിളിക്കുന്നുണ്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് നോക്കൊണ്ടൊക്കെ നിന്ന് ആദ്യം ഇതായിട്ട് നോക്കിയത് നല്ലതല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടതാ മറ്റേ ഡാർക്ക് ബ്ലൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾ അതാ എടുത്തത് കേട്ടോ. വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും മറ്റേ ഇതിട്ടോളൂ. സെറ്റാ വാ സെറ്റാ ബംഗാൾ സെറ്റാ വേ സെറ്റാ കാണിക്ക സെറ്റാ. ഏട്ടാ മറ്റേ ഷാരൂഖ് ഖാനൊക്കെ വരുന്ന ഇങ്ങനെ കൈയൊക്കെ വീശി വരണേ ഏട്ടാ. അങ്ങനൊന്നും ഏട്ടാ ഏട്ടാ. കഥ പറഞ്ഞിട്ട് ഷാരൂഖ് ഖാൻ. ഇതാവോ ഷാരൂഖ് ഖാൻ? ഏട്ടാ ഇതാട്ടാ നല്ലേ. ഏട്ടാ എന്നോട് കാണിക്കും, ഞാൻ ഒന്നോട് കാണട്ടെ. നീ എന്നെ ഇത് കാണിക്കും. നീ ഇതല്ലേ ഞാൻ മേടിച്ചെന്ന് എല്ലാവരോടും പറയണം. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ബില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കൂപ്പൺ കാർഡ്. അത് നമുക്ക് ട്രെൻഡ്സിന് ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും കിട്ടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ തവണ ഞങ്ങൾ ഡ്രസ്സ് എടുത്തപ്പോഴും ഞങ്ങൾക്ക് 2 കൂപ്പൺ കാർഡ് കിട്ടി. അങ്ങനെ കൈ കിട്ടിയ ഡ്രസ്സ് കവറൊന്നും തന്നില്ല. അവരുടെ പോളിസിയാണിത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വരുമ്പം കവർ കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സുമായി വെളിയിലിറങ്ങി. ചായ മേടിച്ചു തരുമോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ആ സമയത്ത് പനിയുടെ ഒരു തുടക്കമായിരുന്നു. അപ്പോൾ ചുമയും കുറേയൊക്കെ ഉള്ളത് കാരണം എന്നോട് പറഞ്ഞ് കടയിൽ നിന്ന് ഫുഡൊന്നും കഴിക്കണ്ട, വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ കയ്യും കാലും ഒക്കെ പിടിച്ചപ്പം എനിക്ക് അവിടെ കണ്ട പാനിപ്പൂരി ചേട്ടൻ്റെ കടയിൽ നിന്നും ഒരു സെറ്റ് പാനിപ്പൂരി, എത്രണ്ണം? ഒരു സെറ്റ്, അത് മാത്രം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കുണ്ട്ര മുക്കടയ്ക്കും ആശുപത്രി മുക്കിനും ഇടയ്ക്കുള്ള സ്ഥലത്തുള്ളതാണ്. മിക്കവരും കണ്ടുള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കഴിച്ചു.
पानी का कमी है अभी, गर्मी ज़्यादा है, पानी कम है। क्या पानी पूरी मसाला पूरी? कल तो संडे था ना, तो आज लोग पूरा फैमिली वाला है, पूरा हम लोग दोनों तो पागल नहीं। प्याज वो आम हो गया ना, क्या हुआ क्या हुआ? कोई बात नहीं, जल्दी जाके लो जी। താങ്ക് യു. നല്ല കളർഫുള്ളായിരുന്നു. ഞാൻ ഒരുപാട് തവണ ഈ ഒരു പാനിപ്പൂരി സ്റ്റോർ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ഏട്ടൻ ആദ്യം കഴിച്ചു. പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിന് 30 രൂപയുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ പാനിപ്പൂരി കഴിക്കുന്നത് നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ കഴിക്കാറുണ്ട്. പക്ഷേ അതിനൊരു സെറ്റിന് 50 രൂപയാണ് അവർ മേടിക്കുന്നത്. ഇതിന് വെറും 30 രൂപയുള്ളായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഗൈസ്. അങ്ങനെ ഞാൻ വാരി വലിച്ച് തിന്നു. ഏട്ടനും ഇടയ്ക്ക് ഒരെണ്ണം എങ്ങാണ്ട് കൊടുത്തതേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സെറ്റ് മേടിച്ച് തരുമ്പോൾ പിന്നെ ബാക്കി മൊത്തം ഞാനല്ലേ കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉത്സവത്തിന് വീട്ടിൽ പോയ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനത് ഉടനെ ഇടാം. അപ്പം അത് കാണട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.